ജനവികാരം മാനിക്കുമോ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ എന്നുള്ളതാണ് ചോദ്യം. മധു, ഞാൻ വളരെ ചുരുക്കമേ പറയാൻ തീരുമാനിച്ചിട്ടുള്ളൂ. നാണം ഒരു പക്ഷവ്യത്യാസമില്ലാത്ത വികാരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ CLP നോക്കി ഒരു തീരുമാനം എടുക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ തീരുമാനിക്കൂ. ഇവിടെ ആരെങ്കിലും ഒരു തീരുമാനം വൈകണം എന്ന് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. തീരുമാനം ഇന്നതാകണം എന്ന് മൂന്ന് പക്ഷത്തു നിന്നും പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷെ തീരുമാനം വൈകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിലൊരു പൊതു മാനദണ്ഡമുണ്ടെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഇനി നേരത്തെ സുനിൽ സാർ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് എതിരാണ് എങ്കിൽ പ്രതിഷേധിക്കാമെന്ന്. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം പ്രതിഷേധിച്ചാൽ അപ്പോൾ ഈ ഹൈക്കമാൻഡ് എന്തു ചെയ്യും? ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ വെല്ലുവിളിച്ചോ എന്ന് ഉടവാളെടുത്തു നിൽക്കും, ഉറഞ്ഞു തുള്ളും. സ്വാഭാവികമായും അത് പരാജയപ്പെടും. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന് ഏറ്റവും മിനിമം കോൺഗ്രസ്സുകാർക്കറിയാം. എന്താണ് അവിടെ സംഭവിക്കുക, സംവിധാനത്തിലുള്ള എന്താണ് നടക്കുക, ഇവിടെ എപ്പോൾ പറഞ്ഞാലാണ് കേൾക്കുക, അവിടെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് ഏറ്റവും മിനിമം കോൺഗ്രസ്സുകാർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈ കൊടുങ്കാറ്റ് അവിടെ സംഭവിക്കുന്നത് എന്നത് പ്രധാനമാണ്. ജനവികാരം അത് നോക്കൂ. ഇപ്പൊ ജനവികാരം VD സതീശന് അനുകൂലമാണ്, ജനവികാരം ചെന്നിത്തലയ്ക്ക് അനുകൂലമാണ്, ജനവികാരം KC വേണുഗോപാൽ അനുകൂലമാണ് എന്നത് അവിടെ നിൽക്കട്ടെ. ജനവികാരം ഒരു പാർട്ടി മാനിക്കരുത് എന്ന് പറയുന്നത് എന്തൊരു ജനാധിപത്യ വിരുദ്ധതയാണ്. ജനവികാരം തങ്ങൾക്ക് അനുകൂലമാണെന്ന് നേതാക്കൾ തെളിയിക്കട്ടെ എന്നേ. അത് മത്സരത്തിന് മുൻപ് തെളിയിക്കാനുള്ള സാധ്യത ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്നില്ല എങ്കിൽ അത് അതിനുശേഷം തെളിയിക്കണമല്ലോ. ഈ ജനവികാരത്തിന്റെ ചിറകേറിയാണ് ഏത് അധികാര കോട്ടക്കൊത്തളത്തിനും മുകളിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത് എന്നത് മറന്നു പോകരുത്. അപ്പോൾ അത് അവനവൻ അനുകൂലമാണ് എന്ന് ഉറച്ച ആത്മവിശ്വാസം എല്ലാ നേതാക്കൾക്കും അത്യാഡംബരമൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ എന്താ പ്രശ്നം അറിയാമോ? കുറേ നേതാക്കൾക്ക് ഒരിക്കലും മാറാത്ത ഡാമേജ് ഉണ്ടായിരിക്കുന്നു എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഷാഫി പറമ്പിലിന്റെ ഒരു ഫോട്ടോ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ സാധാരണഗതിയിൽ ജൈവിളിയും ബീജമും മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇപ്പോൾ ഒന്ന് കയറി നോക്കൂ, ഈ വിജയവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ നോക്കൂ. ആദ്യമൊക്കെ വലിയ അഭിനന്ദനമാണ്. ഷാഫി പറമ്പിൽ രാത്രി പകലില്ലാതെ പണിയെടുത്തൊരു നേതാവാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. വലിയ അഭിനന്ദന പ്രവാഹമാണ്. പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ജനവികാരത്തെ വെല്ലുവിളിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഷാഫി പറമ്പിലിന്റെ അടക്കം ഫേസ്ബുക്കിലൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം റോജി എം ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമന്റുകളിൽ ഇതിനിപ്പോൾ കാശ് കൊടുത്തിട്ട കമന്റുകളാണോ എന്ന് അറിയാനുള്ള ഒരു പൊതു കൗതുകത്തിന്റെ പേരിൽ ഞാനൊരു 25 പ്രൊഫൈൽ കയറി നോക്കി. അതൊന്നും പെയ്ഡ് പ്രൊഫൈലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രവണത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കെ സുധാകരൻ വലിയ അണികളിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹം ആദ്യം രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായും പിന്നെ KC വേണുഗോപാൽ അനുകൂലമായും നിലപാടെടുത്തു. മാത്യു കുഴൽനാടൻ കോൺഗ്രസിന്റെ ജ്വലിക്കുന്ന നക്ഷത്രമാണ്, തിളയ്ക്കുന്ന രക്തമാണ് എന്നൊക്കെയുള്ള വലിയ പ്രതീതിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ ഇങ്ങനെ തുടരുകയാണ് പല നേതാക്കൾ. ഞാൻ പറയുന്ന പക്ഷത്തിന്റെ കാര്യമല്ല, പല നേതാക്കൾക്ക് വലിയ തോതിലുള്ള ഡാമേജ് ഇതിനിടയിൽ ഈ നിലയെടുക്കുന്നതിന് നോക്കൂ. KM അഭിജിത്ത് ഈ പറയുന്ന പോലെ ഭാഗ്യം എന്ന വാക്കിന്റെ പര്യായം എന്ന നിലയ്ക്ക് കണ്ടതാണ്. ആ ഫോണിന്റെ മറവിലാണ് KM അഭിജിത്തിന്റെ വോട്ട് ആർക്ക് എന്ന് കാണാതെ പോയത്. പക്ഷെ അത് അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം KM അഭിജിത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നോക്കൂ, ജനവികാരം കണക്കിലെടുത്തില്ല. ആരാണ് റോട്ടിൽ MLA ക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ? അല്ല, ആരാണ്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് ഞാൻ പറയണോ? ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞു പോയതുകൊണ്ട് പറഞ്ഞു. ചോദ്യം അങ്ങേടേതായിരുന്നു, മറുപടി അതാണ് ഞാൻ പറയട്ടെ. ഈ പറയുന്ന ഒരു MLA ക്ക് റോട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനൊരു ടീമിനെ ഇറക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അതായിരുന്നില്ല അങ്ങയുടെ ചോദ്യം. അങ്ങയുടെ ചോദ്യം ആരാണ്? VD സതീശന് അനുകൂലമായി വോട്ട് ചെയ്യണം ഒരു MLA-നോട് ലോജിക്ക് എന്താ? VD സതീശനായിട്ടൊരു VD സതീശന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് MLA റോഡിൽ തടഞ്ഞു നിർത്തി സംവിധാനമാണ്. പൊതുജനാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് പൊതുജനല്ല. അതാണ് പ്രശ്നം. പിന്നെ അവിടെയാണ് പ്രശ്നം. ആ പ്രശ്നം എന്താണ്? ആ പ്രതിഷേധ പ്ലാന്റായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാണ്. നിങ്ങൾ ആ വീഡിയോ എടുത്ത് ഞാൻ പറയാം, കണ്ടറിയാം, പേര് കണ്ടറിയാം, ആളെ കണ്ടറിയാം, പേര് കണ്ടാലും ആള് കണ്ടാലും അറിയാം. ഒരു ഇതിന് മുൻപ് ഇതുണ്ടായിട്ടുണ്ട്. പറയും വായിൽ വരുന്ന സാധനം വിഴുങ്ങിയിട്ട് പോകാൻ വിചാരിക്കണ്ട. പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമില്ല. ജനം ഓടിച്ചതോളൂ. ജനം ഓടിച്ചതിന്റെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് വൺ സൈഡഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ചാപ്പ് കുത്തി കൊടുക്കും. അത് കണ്ടിട്ട് മിണ്ടാതിരിക്കണോ? ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. അത് അവിടെ നിൽക്കുന്നു, അങ്ങേക്ക് വിടുന്നു. ഇനി ഇത് നോക്കൂ, ജനവികാരം പാലിച്ചില്ലെങ്കിൽ 2004 ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി വടക്കാഞ്ചേരി, ഓർമ്മയുണ്ടാകുമല്ലോ എല്ലാവർക്കും. ജനവികാരം അനുകൂലമായിരിക്കും അധികാരത്തിന് എന്ന് വിചാരിച്ചാണ് ആ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. വീട്ടിലിരുന്നു,
അപ്പോ അങ്ങനെയുള്ളത് ഇനിയും ഉണ്ടാകാം എന്നത് പ്രധാനമാണ്. അപ്പോ ഇനി ഈ പറയുന്ന BJP പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, BJP പറയുന്ന നെറേറ്റീവ് BJPക്ക് 5 മിനിറ്റ് മുമ്പേ പറഞ്ഞാലേ ഞങ്ങൾ ശരിയാവുകയുള്ളൂ എന്നൊരു തീരുമാനമുണ്ടെങ്കിൽ അതുമാകാം. അതും ഞാൻ അങ്ങനെ തന്നെ വിടുന്നു. അടിച്ചേൽപ്പിക്കില്ല ഇന്ന് ഹൈക്കമാൻഡ് ഒരു പ്രഖ്യാപനം നടത്തിയതായി ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ആർക്കുമേൽ അടിച്ചേൽപ്പിക്കാത്തതാണ് എന്നുള്ളത്, അതായത് ജനപ്രതിനിധികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാത്തതാണോ, വോട്ട് ചെയ്ത ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാത്തതാണോ എന്നും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. ഇനി ഈ ഹൈക്കമാൻഡ്, ഇങ്ങനെ ഒരു ഹൈക്കമാൻഡിനെ ലോകത്തൊരു രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹൈക്കമാൻഡ് ആകണമെങ്കിൽ നാട് എന്താണെന്നും നാട്ടുകാരെന്താണെന്നും രാഷ്ട്രീയം എന്താണ് എന്നും തിരിച്ചറിയാൻ കഴിയണം. ഹൈക്കമാൻഡിന് ജനവികാരം അറിയണമെങ്കിൽ എങ്ങനെ അറിയണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേശീയ നേതാക്കളാണെങ്കിൽ രാജ്യത്തിന്റെ മുഴുവൻ വികാരം അറിയാൻ കഴിയണം. ഇവിടെ നിന്ന് ആരെങ്കിലും പോയി ഒപ്പീസ് ചൊല്ലിയാലേ അറിയുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകരുത്. അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന ഓതിക്കൊടുക്കലുകൾ കേട്ടു മാത്രം ചലിക്കുന്ന പാവകളായി പോകും. Meet the editors.